പ്രയാസപ്പെട്ടതിന്റെ ഗുണം അത് മനസ്സിലാക്കിയിട്ടാണ്. എത്ര മനുഷ്യന്മാരെ അഭിമാനം പറിച്ച് ചെയ്താറുണ്ട് ഞാനും നിങ്ങളും. എന്തെങ്കിലും ഒരു രഹസ്യം ഒരു മനുഷ്യന്റെ ന്യൂസ് അറിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറയാതെ ഉറക്കം വരില്ല ചില മനുഷ്യന്മാർക്ക്. സുബ്ഹാനല്ലാഹ്, മാരകമായ ഗുരുതരത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയെങ്കിലും ഈ വാളിന്റെ മജ്‌ലിസ് പിരിഞ്ഞു പോകുമ്പോ പറഞ്ഞ എനിക്ക് കേട്ട നിങ്ങളെക്കാൾ അത് ഫലമാകണം, നിങ്ങൾക്കും അത് ഫലം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു സുഹൃത്തിന്, ഒരു മുസ്ലിം സഹോദരന് ഒരു ന്യൂനത നാം അറിഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ന്യൂനത അറിഞ്ഞാൽ എന്താണത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആരോടെങ്കിലും പറഞ്ഞിട്ട് വല്ല പ്രയോജനവുമുണ്ടോ? പറഞ്ഞാലുണ്ടാകുന്ന ദോഷം എന്താണ് കേട്ടോ? പറഞ്ഞാലുണ്ടാകുന്ന ദോഷം എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത ഉള്ളത് മറ്റൊരാളോട് പറഞ്ഞാൽ അയാൾക്ക് മനസ്സ് വേദനിക്കുകയല്ലാതെ ആ തെറ്റ് ആ മനുഷ്യൻ തിരുത്താൻ പോകുന്നുണ്ടോ? അയാളോട് ചെന്ന് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. അല്പം ഒന്ന് എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുകയാണ് മനഃപൂർവ്വം തന്നെ. ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് ചിന്തിച്ചോ? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്ക്. ഒരു തെറ്റും എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഒന്ന് വലത്തോട്ട് തുപ്പൽ ജീവിതത്തിൽ കറാഹത്താണ്. ഒരൊറ്റ കറാഹത്ത് ചെയ്തിട്ടില്ല. അഥവാ ജീവിതത്തിൽ ഒരിക്കൽ വലത്തോട്ട് തുപ്പിയിട്ടില്ല. മുൻഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ മുൻഭാഗത്തേക്ക് തുപ്പിയിട്ടില്ല. ഖിബലാന്റെ നേരെ തുപ്പല് പാടില്ലാത്തതാണ്. ഖിബലക്ക് നേരെ തുപ്പിയവന്റെ തുപ്പലം മുഴുവനും നെറ്റത്തടത്തിൽ ഒരുമിച്ചൂട്ടപ്പെട്ടുകൊണ്ട് നാളെ പരലോകത്ത് ഹാജരാക്കും. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. ഖിയാമത്ത് നാളിൽ അവരെ ഒരുമിച്ച് കൂട്ടുമ്പോ മഹ്ശറയിൽ കൊണ്ടുവരുമ്പോ അവന്റെ നെറ്റത്തടത്തിൽ അന്ന് വരെ അവൻ തുപ്പിയ മുഴുവനും തുപ്പലങ്ങളും നെറ്റത്തടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടുകൊണ്ട് മഹ്ശറയിലേക്ക് ഹാജരാക്കും. സ്വാലിഹീങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ആ 3 സഫ് ഇല്ലേ, ആ 3 വരിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അങ്ങോട്ട് കടക്കാൻ അനുവദിക്കാതെ സ്വർഗത്തിലേക്ക് റബ്ബ് നിശ്ചയിച്ച 3 വരി, അല്ലാഹു തആല നിർത്തിയ 3 വരി, 117 വരി നരകത്തിലേക്കുള്ള വരി മറുവശത്ത്, ആ സ്വാലിഹീങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അടുക്കാൻ സമ്മതിക്കൂല. വൃത്തികേടോ, നിന്റെ നെറ്റത്തെടുത്തല്ലേ തുപ്പലം മുഴുവനും എന്ന് പറഞ്ഞ് അവനെ ഓടിക്കും. അത്രയും വലിയൊരു മോശപ്പെട്ട പണിയാണത്. ഖിബലാന്റെ ഭാഗത്തേക്ക് തുപ്പരുത്, വലത്തോട്ട് തുപ്പരുത്, മുന്നിലേക്ക് തുപ്പരുത്, ഇടത് ഭാഗത്തേക്ക് തുപ്പിക്കോ, വിരോധമില്ല. വലത്തോട്ട് തുപ്പേണ്ടി വന്നു, ഇടത് ഭാഗത്ത് ആളുകൾ നടന്നു പോവാണ്, അങ്ങോട്ട് തുപ്പാൻ വയ്യ, മുന്നിലേക്ക് തുപ്പാനും വയ്യ. അപ്പൊ വലത്തോട്ടെ തുപ്പേണ്ടതായി വന്നു. ഒന്ന് ചെരിച്ചു തുപ്പിക്കോ, ഒന്ന് സൈഡ് മാറിയിട്ട് തുപ്പാൻ ശ്രമിക്കുകയല്ലാതെ വലത്തോട്ട് തുപ്പുന്നത് ഗുണമുള്ള കാര്യമല്ല. കുടുങ്ങിയാൽ തുപ്പാം, കുടുങ്ങിയ ഗത്യന്തരമില്ലാതെ വരുമ്പോ തുപ്പാം. അതിന്റെ പേരിൽ നരകത്തിൽ പോകുന്നില്ല. ഒരിക്കൽ പോലും വലത്തോട്ട് തുപ്പാത്തൊരു മനുഷ്യനാണ് ഞാനെന്ന് സങ്കല്പിച്ചോ. കറാഹത്തൊന്നും ചെയ്തിട്ടില്ല, ഒരൊറ്റ സുന്നത്ത് ഉപേക്ഷിച്ചിട്ടില്ല, ഖുർആൻ കയ്യിൽ നിന്ന് വെച്ച സമയമില്ല, ദർസ് നടത്തുക തന്നെ, നിസ്കരിക്കുക തന്നെ, നോമ്പ് നോൽക്കുക തന്നെ. മറുവശത്ത് മറ്റൊരു മനുഷ്യനുണ്ട്, അയാളാണെങ്കിൽ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു മുഴുത്തമ്മാടി മറുവശത്തുമുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്ക്. അയാൾ കുടിച്ചുകൂട്ടിയ മദ്യത്തിന്റെ ലിറ്ററുകൾ കയ്യും കണക്കുമില്ല, വ്യഭിചാരം ചെയ്തതിന് കയ്യും കണക്കുമില്ല. അങ്ങനത്തെ ഒരു മുഴുത്തമ്മാടി മറുവശത്തുമുണ്ട്. ഈ 2 കൂട്ടരിൽ അല്ലാഹുവിന്റെ അടുക്കൽ കുടുങ്ങിപ്പോകുന്നത് ആരാണ്? കുടുങ്ങുന്നത് അതാ ആ തെമ്മാടിയായ മനുഷ്യൻ ഇതുപോലത്തെ ഒരു വാളിന്റെ മജ്‌ലിസ് കഴിഞ്ഞു പോകുമ്പോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അയാളുടെ മനസ്സങ്ങ് പൊട്ടിക്കരഞ്ഞു. റഹ്മാനായ റബ്ബേ, ഞാൻ ദോഷിയാണ്, പാപിയാണ്, തെമ്മാടിയാണ്, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം. ഈ മനുഷ്യൻ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യ അറിയാതെ, വീട്ടുകാരെ വിളിച്ചുണർത്താതെ പുറത്തുള്ള ടാപ്പ് തിരിച്ചു ഒളു ചെയ്തുകൊണ്ട് ഖളായ നിസ്കാരമങ്ങ് ഖളാ വീട്ടി ജീവിതത്തിൽ ഒരു സുബ്ഹാനെന്ന് പറയാത്ത ആ മനുഷ്യൻ ആ വരാന്തയിൽ പായ വിരിച്ചുകൊണ്ട്
തന്റെ ഉറങ്ങുന്ന ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്താതെ അവിടെ വെച്ചുകൊണ്ട് ആ ഫർളങ്ങ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിലേക്ക് കൈനീട്ടി യാചിച്ചുകൊണ്ട് പൊട്ടിപ്പൊട്ടിക്കരയുന്നു. അല്ലാഹുവേ, എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ, നീ റഹ്മത്തുള്ളവനാണ്, നീ കരുണയുള്ളവനാണ്. ഞാനൊരു നന്മ ചെയ്തിട്ട് ചോദിക്കുകയല്ല, നിന്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു കിട്ടണം. എനിക്ക് ദോഷം പുറത്തു കിട്ടാൻ മാത്രമുള്ള ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഹൃദയം പൊട്ടി ഒലിക്കുന്ന കണ്ണീർ കണങ്ങൾ കവിൾത്തടത്തിലൂടെ നൈൽ നദി കുത്തിയൊലിക്കും പോലെ, കുത്തിയൊലിക്കുന്ന പേമാരി പോലെ കവിൾത്തടത്തിലൂടെ കണ്ണീർ കണങ്ങൾ ഒലിപ്പിച്ചുകൊണ്ട് ആ പാതിരാവിലിരുന്ന് ആ മനുഷ്യനങ്ങ് കരഞ്ഞു. 5 മിനിറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന മുഴുമിച്ചില്ല. ആ മനുഷ്യനങ്ങ് മരിച്ചു വീണുപോയി. അയാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിലോ നരകത്തിലോ? സ്വർഗത്തിലാണ്. എടാ, സ്വർഗത്തിൽ പോകണമെങ്കിൽ അമല് വേണ്ടേ? സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അമല് വേണ്ടേ? അതേ അമല് വേണം. ഇയാളാണെങ്കിൽ ഒരു അമലും ചെയ്തിട്ടുമില്ലല്ലോ. റഹ്മാനായ റബ്ബ് ചെയ്യുന്ന കരുണ കണ്ടോ. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഇവൻ ഇന്നുവരെ ചെയ്തു കൂട്ടിയ എന്തെല്ലാം ദുഷ്കർമ്മങ്ങളുണ്ടോ അത് മുഴുവനും സൽക്കർമ്മമാക്കി അല്ലാഹു അങ്ങ് മാറ്റിക്കൊടുത്തു. ഇപ്പൊ കള്ളു കുടിച്ചതയാളെ ലിസ്റ്റിലില്ല, ഇയാളുടെ തോളിൽ എഴുതി വെച്ച റെക്കോർഡുകളിൽ കള്ളു കുടിച്ചതില്ല, വ്യഭിചരിച്ചതില്ല, ഒരു തിന്മയും അവിടെയില്ല. നന്മയാണെങ്കിൽ ഇയാൾ ഒന്നും ചെയ്തിട്ടുമില്ലല്ലോ. അതിനെന്ത്? ഇത് മുഴുവനും നന്മയാക്കി ഇങ്ങോട്ട് മറിച്ചു കൊടുത്തു. ഒരു പാതിരാവിലിരുന്നുള്ള പൊട്ടിക്കരച്ചിലാണ്. ഇൻഷാ അല്ലാഹ് വിഷയത്തിന്റെ അവസാനത്ത് ഞാൻ ഉദ്ദേശിച്ച ഭാഗത്ത് വരുമെങ്കിൽ പിന്നീട് വിശദീകരിക്കാം. ഇപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മനുഷ്യൻ നന്നായി. അതേ സമയത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ കറാഹത്തും ചെയ്തിട്ടില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? ആ മനുഷ്യൻ കള്ളുകുടിയനാണ് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യവുമാണ് പറഞ്ഞത്. ഇന്നുവരെ പറഞ്ഞത് സത്യമാണ്. അയാൾ കള്ളുകുടിയനാണ്, യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. അതേസമയം അയാളെക്കുറിച്ച് കള്ളുകുടിയനാണെന്ന് പറഞ്ഞപ്പോൾ ഇനി ഞാൻ അല്ലാഹുവിനോട് പാതിരാവിലിരുന്ന് ഖിയാമം വരെ കരഞ്ഞാലും ആ ഒരൊറ്റ പാപമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരു പാപം എന്റെ ജീവിതത്തിലില്ല. ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളെ കൊണ്ട് ഇത് പുറത്തു കിട്ടുമോ? പുറത്തു കിട്ടുകയില്ല. ഇത് എൽമിന്റെ മജ്‌ലിസാണ്. 70 അനാവശ്യ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് ചെയ്ത ദോഷങ്ങൾ ഒരൊറ്റ ഇൽമിന്റെ മജ്‌ലിസിൽ വന്ന് ഇരുന്നാൽ മതി. ഇവിടെ വന്നിരുന്നപ്പോൾ അങ്ങ് ഉറക്കം തൂങ്ങിയതാണ്, ഇപ്പോഴും ഉണർന്നിട്ടില്ല. വഅല് കഴിഞ്ഞ് പോകുമ്പോ ആളുകൾ തട്ടി ഉണർത്തിയപ്പോഴാ വന്നത്. ഒരക്ഷരം വഅല് പറയുന്നത് അയാൾ കേട്ടിട്ടില്ല. എന്നാൽ പോലും ഈ വഅലിന്റെ മജ്‌ലിസിൽ ഇരുന്ന ബർക്കത്ത് കൊണ്ട്, ആ 70 മജ്‌ലിസുകളിൽ പങ്കെടുത്തുകൊണ്ട് ചെയ്ത ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇത്ര വലിയ അനുഗ്രഹമല്ലേ? ഈ ഒരൊറ്റ ദോഷം അല്ലാഹു പൊറുക്കുമോ? പൊറുക്കൂല. ഒരു തെറ്റേ ചെയ്തിട്ടുള്ളോ, റബ്ബ് പൊറുക്കുകയില്ല. ഹജ്ജിന് പോയപ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് മീസാബിന്റെ ചുവട്ടിൽ നിന്ന് ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നു. മീസാബിന്റെ ചുവട്ടിൽ നിന്നിട്ട് ഹിജ്ർ ഇസ്മായിൽ എന്ന വളവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് ദുആർക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉസ്മാനെ, സ്വർഗത്തിൽ നിന്നിട്ടാണോ സ്വർഗം ചോദിക്കുന്നത്? എന്താ പറഞ്ഞതിനർത്ഥം? മീസാബിന്റെ ചുവട്ടിൽ കഅബയുടെ സമീപത്തുള്ള ചുറ്റുമതിൽ കെട്ടിയ വളവ് പോയവർക്കത് പെട്ടെന്ന് മനസ്സിലാകും. ആ ഹിജ്ർ ഇസ്മായിൽ എന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അല്ലാഹുവേ, സ്വർഗം തരണേ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുന്നു, ഉസ്മാനെ, സ്വർഗത്തിൽ നിന്നിട്ടാണോ നീ സ്വർഗം ചോദിക്കുന്നത്? ഈ സ്ഥലത്ത് കടന്നാൽ സ്വർഗത്ത് കടന്നു എന്നർത്ഥം. അത്ര പുണ്യമുള്ള സ്ഥലമാണ്. ആ മീസാബിന്റെ ചുവട്ടിൽ നിന്നിട്ട് അല്ലാ, ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ കള്ളുകുടിയനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പുറത്തു തരണേ അല്ലാ
ആ ഒരൊറ്റ തെറ്റ് ഖിയാമം വരെ ചോദിച്ചാലും അല്ലാഹു പൊറുക്കുകയില്ല. കഅബാലയത്തിൽ റസൂലുള്ളാഹി വരുന്നത് എങ്ങനെയാണ്? ആ ശരീരത്തിൽ നിന്ന് ഷർട്ട് ഇങ്ങോട്ട് മാറ്റി നഗ്നമായ ശരീരം കഅബത്തിന്റെ ചുമരിലേക്ക് തട്ടിച്ചു നിന്നുകൊണ്ട് റസൂലുള്ളാഹി വരുന്നില്ലേ? വലത്തെ കൈ കഅബത്തിന്റെ വാതിലിന്റെ മുകളിൽ വെച്ച് ഇടത്തെ കൈ ഹജറുൽ അസ്വദിലേക്ക് നീട്ടിവെച്ച് നെഞ്ച് മുൽത്തസമിൽ വെച്ചുകൊണ്ട് കഅബത്തിന്റെ വാതിലും ഹജറുൽ അസ്വദും മുൽത്തസമും ഒരുമിച്ച് നിന്നുകൊണ്ട് ഖിയാമം വരെ കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞാലും അല്ലാഹു ആ ദോഷം പൊറുക്കില്ല. എന്ന് മാത്രമല്ല, നാളെ പരലോകത്തെ വിചാരണയുടെ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നു, അർഹമുർറാഹിമായ റബ്ബേ, ഈ മനുഷ്യൻ എന്നെപ്പറ്റി കള്ളുകുടിയനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യവുമാണ് പറഞ്ഞത്, കളവൊന്നുമല്ല പറഞ്ഞത്. ഞാനെന്ന് കള്ളു കുടിക്കുന്ന ആളും തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ മനുഷ്യൻ എന്നെക്കുറിച്ച് കള്ളുകുടിയനാണെന്ന് പറഞ്ഞത് പൊരുത്തപ്പെടിപ്പിച്ചിട്ടില്ല, ഞാനത് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഇവിടെ വെച്ച് നീ അതിന് പരിഹാരമുണ്ടാക്കി തരണം. അല്ലാഹ് എല്ലാവർക്കും പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ. അത് ജസാഇന്റെ ലോകമാണ്, പ്രതിഫലത്തിന്റെ ലോകമാണ്. എന്താണ് അല്ലാഹു ഉണ്ടാക്കുന്ന പ്രതിഫലം? ഞാനൊരൊറ്റ തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ അയാളെപ്പറ്റി കള്ളുകുടിയാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് സത്യവുമാണ്. അയാൾ അള്ളാഹിനോട് പരാതിപ്പെടുന്നു, എന്നെക്കുറിച്ച് കള്ളുകുടിയാനാണെന്ന് പറഞ്ഞിട്ട്. എന്നാ നീയും അങ്ങോട്ട് പറഞ്ഞേക്ക് അവൻ കള്ളുകുടിയാനാണ്. അതാണോ പരിഹാരം? അല്ല. ഞാൻ ചെയ്ത നിസ്കാരാദി കർമ്മങ്ങൾ മുഴുവനും എടുത്തിട്ട് ആ കള്ളുകുടിയനായിരുന്ന മനുഷ്യന് അല്ലാഹു അങ്ങ് കൊടുക്കുന്നു. ആരാ പരലോകത്ത് കുടുങ്ങിയത്? പറയുമ്പോ ശ്രദ്ധിക്കണേ. ഒരു മനുഷ്യനെ പറ്റി കുറ്റം പറയാൻ പോകരുത്, മറ്റുള്ളവരെ അപമാനപ്പെടുത്തരുത്. ഒരു മനുഷ്യനിൽ ഒരു ന്യൂനത ഉണ്ടെങ്കിൽ അത് ആരോടും പറയണ്ട. പറഞ്ഞിട്ട് എന്റെ അമലെന്തിനാണ് നശിപ്പിക്കുന്നത്? അൽ മുഗ്താബ് വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്മി ഖാല റസൂലുള്ളാഹി. ഗീബത്ത് പറഞ്ഞവനും കേട്ടവനും ശരീകാനി ഫിൽ ഇസ്മി, കുറ്റത്തിൽ അവർ സമമാണ്, തെറ്റിൽ അവർ സമമാണ്, ശിക്ഷ സമമാണ്. ഞാൻ ഗീബത്ത് പറയുന്നു, ഒരു മനുഷ്യൻ ഇവിടെ ഇരുന്നിട്ട് അത് കേൾക്കുന്നു, അയാൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല, കേൾക്കുന്നേ ഉള്ളൂ. എന്നാൽ പറഞ്ഞ എനിക്ക് എന്ത് ശിക്ഷയാണോ അത് കേട്ടവനും ബാധകമാണ്. ഇതുകൊണ്ട് തന്നെ ഗീബത്തിന്റെ സദസ്സുകളിൽ പങ്കെടുക്കരുത്. പരലോകത്ത് വരുമ്പോ ആ മനുഷ്യൻ പരാതിപ്പെടും, നമ്മുടെ അമലുകൾ അദ്ദേഹത്തിന് കൊടുക്കും. അതേ സമയത്ത് ഒരു മനുഷ്യൻ കള്ളുകുടിക്കുന്നത് കണ്ടുപോയി, നമ്മൾ കണ്ടു അയാൾ കള്ളുകുടിക്കുന്നത്. അല്ലെങ്കിൽ അയാളുടെ ബൈക്കിന്റെ പുറകിൽ ഒരു പെണ്ണിനെ കയറ്റിയിട്ട് പോകുന്നു, അങ്ങനെ ഒരു സംഭവമുണ്ട്. അയാൾ തെറ്റ് ചെയ്തു, ആരോടും പറയണ്ട. അയാള് വിളിച്ചിട്ട് പറയാം, മോനെ, നീ ഇന്ന ആളെ മോനല്ലേ, നല്ല ഒരു തറവാട്ടിൽപ്പെട്ടവനല്ലേ, നിന്റെ ബാപ്പ നല്ലൊരു സാലിഹായ മനുഷ്യനല്ലേ, നിന്റെ ബാപ്പ വിശ്വസിച്ച് വാങ്ങിത്തന്നതല്ലേ ഈ വണ്ടി, ഈ ബൈക്കും ഓടിച്ച് നീ പോകുമ്പോ നിനക്ക് അന്യ ഒരു പെണ്ണിന്, ഹറാമായ പെണ്ണിന് ഇതിന്റെ പിന്നിൽ ലിഫ്റ്റ് കൊടുക്കാൻ പാടുണ്ടോ? ചെയ്തത് റബ്ബിന് നിനക്ക് ഓർമ്മയില്ലേ മോനെ? ആ മോനോട് നീ ചെന്ന് ഉപദേശിച്ചോ? ആ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണെ, നല്ലൊരു ഉമ്മാക്കും ബാപ്പാക്കും ഒരു മുസ്ലിം തറവാട്ടിൽ പറഞ്ഞ മോളല്ലേ നീ? ഹറാമായൊരു പുരുഷന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്തത് അള്ളാഹ് പൊരുത്തപ്പെടുമോ? നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് പോകുന്ന സമയത്ത് അല്ലാഹു തആല നിങ്ങളൊരു അപകടത്തിൽപ്പെടുത്തി മരിപ്പിച്ചാൽ അള്ളാന്റെ അദാബിന്റെ മലക്കുകളല്ലേ നിങ്ങളെ റൂഹിനെ കൊണ്ടുപോകുന്നത്? റബ്ബിന്റെ നരകത്തിലേക്കല്ലേ നിങ്ങളെ പോക്ക്? അള്ളാഹ്ക്ക് പൊരുത്തപ്പെടാത്ത പണി ചെയ്യാമോ മോളെ? പടച്ചോനെ ധിക്കരിച്ച് ജീവിക്കാൻ പാടുണ്ടോ പെണ്ണെ? ഒന്ന് ഉപദേശിച്ചു കൊടുത്തോ? കുഴപ്പമില്ല. നീ അതവിടെ കണ്ടുവെച്ചു, ഇവരോട് രണ്ടാളോടും പറഞ്ഞില്ല. ഹോട്ടലിലെ ചായ കുടിക്കാൻ ചെന്ന് നോക്കുമ്പോ നമ്മൾ അബൂക്കർഖാന്റെ മോളുണ്ട്, അതാ മറ്റോന്റെ ബൈക്കിന്റെ പുറകിൽ പോകുന്നു. എന്താ കാര്യം? പറഞ്ഞിട്ട് എന്താ കാര്യം? അവന്റെ ബൈക്കിന്റെ പിന്നിലെ അവള് പോകുന്നു എന്ന് ഈ ഹോട്ടലിൽ കയറിയിട്ട് 4 ആളോട് പറഞ്ഞിട്ട് എന്തൊരു കാര്യമുണ്ട്? ഒരു കാര്യവുമില്ല. അത് കണ്ടു. പഠിച്ചവനെ, ആരോടും പറയാൻ പാടില്ല, അവരോട് നേരിട്ട് പറയാം. അല്ലെങ്കിൽ ഞാൻ കുട്ടിയുടെ ഉമ്മാനും ബാപ്പാനും വിളിച്ചിട്ട് പറയണം, നിങ്ങളുടെ മകളെ ഒറ്റക്ക് വിടരുത്. നിങ്ങളങ്ങനെ സ്കൂളിലേക്കും കോളേജിലേക്കും പറഞ്ഞേക്കുമ്പോ നിങ്ങളെ ശ്രദ്ധയില്ലെങ്കിൽ അന്യൊരു പുരുഷന്റെ ബാക്കിൽ കയറിയിട്ട് പോകുന്നത് ഞാൻ കണ്ടു. മകളെ ഗുണത്തിനു വേണ്ടി, നിങ്ങളെ ഗുണത്തിനു വേണ്ടി ഉപദേശിക്കുകയാണ്.
മകളെ ഒന്ന് ഉപദേശിക്കണം എന്ന് മകളെ ഉമ്മാനോടും പറയാം, ബാപ്പാനോട് പറയാം. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇത് മറ്റുള്ളവരെ അറിയിച്ചിട്ടെന്ത് കാര്യമാണുള്ളത്? നീ അതങ്ങ് മറച്ചു വെച്ചാൽ നാളെ പരലോകത്ത് അല്ലാഹു തആല വിചാരണക്കെടുക്കുമ്പോ നമ്മുടെ ഓരോ ദോഷങ്ങളും വിസ്തരിച്ച് ബോധ്യപ്പെടുത്തി തന്നിട്ട് അതിനുള്ള ശിക്ഷ എന്താണെന്നും നമുക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോ റഹ്മാനായ റബ്ബ് പറയുന്നു, ഇന്നേ ദിവസം ഞാനത് മുഴുവനും മറച്ചു കളഞ്ഞു.